ചൈനയിൽ നിന്ന് ട്രെയിൻ വഴി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നോർമലി ഇപ്പോൾ എക്സ്പോർട്ടിങ് നടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ കാർഗോ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ. അതല്ലാതെ ചൈനയിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് ഏതൊക്കെ തരത്തിൽ പോസിബിൾ ആണ്? നാട്ടിലോട്ടല്ല, ഇപ്പോൾ യൂറോപ്യൻ കൺട്രി അല്ലാന്നുണ്ടെങ്കിൽ അറബ് കൺട്രി, ടർക്കി, മൊറോക്കോ അങ്ങനെ പോലുള്ള കൺട്രീസിൽ, റഷ്യയിലേക്കൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ? ഈ സിൽക്ക് റൂട്ട് കൺട്രീസ്, ആ കൺട്രീസ് ഇപ്പോൾ ഒരു ജോയിൻ ചെയ്തിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, സിൽക്ക് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ചൈനയിൽ നിന്ന് ട്രെയിൻ വഴി നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസ്ക്കും സിൽക്ക് റൂട്ട് കൺട്രീസിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എല്ലാ അറബ് കൺട്രീസ് ഉണ്ട്, യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, എല്ലായിടത്തും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ കണ്ടെയ്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിലോട്ട് ബൈ സീ എത്താൻ എടുക്കുന്ന സമയം 45 days, ബൈ എയർ എത്താൻ എടുക്കുന്ന ഡേയ്സ് 10 to 15 days. കാർഗോ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് EMS, FedEx ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 days. ഈ രണ്ട് മെത്തേഡ് അല്ലാതെ 45 days എന്ന് വെച്ചാൽ വളരെ കുറേ ഡേ ആണ്, കുറഞ്ഞ പൈസയോളും. എയർ എന്ന് വെച്ചാൽ പ്രൈസ് കൂടുതലാണ്, പക്ഷേ കുറച്ച് ഡേയ്സ്. ഇതിന്റെ നടുവിൽ 20 days കൊണ്ട് ട്രെയിൻ വഴി മിഡിൽ ഓഫ് ദിസ് പ്രൈസ് എന്ന് വെച്ചാൽ എയറിന്റെ അത്ര ആവുന്നില്ല, സീ റൂട്ടിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് സിൽക്ക് റൂട്ട് ത്രൂ നമുക്ക് ട്രെയിൻ വഴി എത്തിക്കാൻ പറ്റും.